ചെയ്യോ? ശരി ശരി. എല്ലാവരും നോക്കോ, എല്ലാവരും നോക്കോ, എല്ലാവരും നോക്കോ. നമുക്കിപ്പോ സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവാം അല്ലേ? നമുക്കിപ്പോ സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അല്ലേ? അത് ശരിക്കും പറഞ്ഞു തന്നാണോ? ശരിക്കും ക്ലാസ് എടുത്താണോ? ക്ലാസ് എടുത്താണോ? നമുക്കവിടെ കേൾപ്പിക്കാൻ വേണ്ടി ക്ലാസ് എടുത്താണോ? എന്തിനു വേണ്ടിയായിരുന്നു? ആ പോവാം. നമ്മളെ ഇപ്പൊ നമ്മള് ക്ലാസ് മാസം പറഞ്ഞു തന്നു അല്ലേ? ആക്റ്റീവ് ചെയ്തു അല്ലേ? എന്തിനു വേണ്ടിയായിരുന്നു? നമ്മളെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിച്ചു അല്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ. അപ്പോ നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഉറപ്പില്ലേ? നമുക്ക് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ വരുന്ന പ്രതിസന്ധികൾ, അത് ഏത് പ്രതിസന്ധി ആയാലും അതിനെ എങ്ങനെ തരണം ചെയ്യാം, എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളത് ഒരു കാര്യം പറഞ്ഞു. ഒരു ചതുരം വരയ്ക്കാം, സമചതുരം വരയ്ക്കാം. സമചതുരം വരയ്ക്കാം, വരച്ചോളൂ. സ്കെയില് വേണ്ട, വെറുതെ നമ്മൾ ഫ്രീ ആയിട്ട് വരയ്ക്കാം. ചെറിയ പ്രശ്നം ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഒരു സമചതുരം വരയ്ക്കാം, 4 സൈഡും ഒരേപോലെ ഏകദേശം കേട്ടാ. എന്നിട്ട് ഇപ്പൊ അളന്ന് നോക്കണ്ട, സമചതുരം എന്നുള്ളൊരു കൺസെപ്റ്റില് ഒരു ചതുരം വരയ്ക്കാം. എങ്ങനെ തിരിച്ചേ? ഇപ്പൊ നമ്മൾ ചതുരം വരച്ചു, 4 തുല്യ ഭാഗങ്ങളായിട്ട് എങ്ങനെ തിരിച്ചേ ഒന്ന് പറയാമോ? ഒരു കുരിശ് അല്ലെങ്കിൽ പ്ലസ് ഇട്ടു അല്ലെ? ഒരു അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട് അല്ലേ? അതല്ലാണ്ട് വേറെ രീതിയിൽ തിരിച്ചിട്ടുണ്ടോ? എങ്ങനെ തിരിച്ചേ? കോർണർ അല്ലേ? ഇപ്പൊ നമ്മള് 4 വര എടുത്തു, 3 വര അല്ലെ? 3 വര. അപ്പൊ 4 അതാരാണ് ചെയ്തേ? ഓക്കെ ശരിയാണ്. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മള് നിങ്ങൾക്ക് തന്ന പ്രശ്നം ഒരു സമചതുരത്തെ തുല്യ ഭാഗങ്ങൾ 4 ഭാഗങ്ങളാക്കാനുള്ള പ്രശ്നമാണ് തന്നെ. പക്ഷെ നിങ്ങൾ അത് വളരെ മനോഹരമായിട്ട് ചെയ്തു. ചില ആൾക്കാർ സെന്ററിൽ കൂടെ ഒരു വര, ക്രോസ് ആയിട്ട് ഒരു വര അങ്ങനെ വരച്ചതിന് 4 ചതുരങ്ങളാക്കി. ചില ആൾക്കാർ കോർണർ വരച്ചിട്ട് 4 ത്രികോണങ്ങളാക്കി. അവിടെ 3 വര വരച്ച് ദീർഘചതുരങ്ങൾ 4-ആക്കി അല്ലേ? അപ്പൊ എങ്ങനെയായാലും നമ്മൾ പറഞ്ഞ പ്രശ്നത്തിന് ഉത്തരായില്ലേ? സോൾവ് ചെയ്തില്ലേ? പല വഴിയുണ്ട്. ഇത് 3 ചെയ്തത് ശരിയാണ് കേട്ടോ, 3 ചെയ്തത് ശരിയാണ്. ഇതിന് 4 ഭാഗങ്ങൾ തുല്യമായ 4 ഭാഗങ്ങളാക്കാനേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഈ 3 തരത്തിൽ ചെയ്തതും ശരിയാണ്. ഓക്കെ. അപ്പോ ഒരു പ്രശ്നത്തിന് ആ പ്രശ്നത്തിന്റെ ഉള്ളിൽ തന്നെ പരിഹാരം കാണാൻ പറ്റി അല്ലേ? 3 തരത്തിൽ കാണാൻ പറ്റി. എനിക്കെന്റെ ശ്വാസം പോകുന്നത് ഭാഷയ്ക്ക് ശ്വാസം കിട്ടുന്നു. എല്ലാരും ഇവിടെ ഇടാൻ പറ്റില്ല. ചൈനയിൽ പഞ്ച് കഴിയുന്നുണ്ട്, അപ്പുറം കിട്ടുന്നത്. ഇവിടെ പറ്റോ? ഇവിടെ പറ്റില്ല അല്ലേ? എന്റെ പേരെന്താ? എബി. ഒന്നറിയില്ല എന്ന് പറയാ. കഴിവിൽ എഴുതുന്നതാണല്ലേ? കഴിവുണ്ട് അല്ലേ? നമ്മൾ ഒന്നറിയാവില്ലേ? എന്താണെന്നോ എന്താണെന്നോ? എന്താണെന്നോ?
നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല, ശരിയല്ലേ? അപ്പൊ ഒന്നും പറയില്ല ജീവിതത്തിലില്ല. ജീവിതത്തിൽ നമ്മൾ വരുമ്പോ ഒന്നുമില്ല അല്ലെ? ജീവിത ശ്രേണിയില് എല്ലാം അറിയണം അല്ലെ? എല്ലാം അറിയണം അല്ലേ? ഇപ്പൊ എത്ര വയസ്സായി? എത്ര പത്തില് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചും കളിച്ചും അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, ശരിയല്ലേ? പുഴയരികിൽ പോയെന്നും വളർന്നു വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺതോണിൽ സുവർഗം കണ്ട്. അതിനൊരു സൊല്യൂഷൻ, അതിനൊരു പരിഹാരം നിങ്ങൾ ഇവിടെ വന്ന് പറയണം. അപ്പൊ നേരത്തെ വന്ന കുട്ടികൾ വരുന്നില്ല, പുതിയ ആൾക്കാരാണ് വിടാം. പരിചയപ്പെട്ട ഒരു ചേട്ടൻ നിങ്ങൾക്ക് പുതിയ മൊബൈൽ വാങ്ങിയിട്ട് പറയുന്നു. ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. ഒരു ഉദാഹരണം പറയാമോ? ഒരു ഉദാഹരണം പറയും. എന്തോ നമുക്ക് തെറ്റായിക്കോട്ടെ, കോൺഫിഡന്റ് ആയിട്ട് ഉത്തരം പറയാൻ പഠിക്കണം. ടീച്ചറൊക്കെ ഇതുപോലെ നാണിച്ചിരുന്ന ആളാണ്. പക്ഷേ ഒരു പ്രായത്തിലാണ് ടീച്ചർ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് വന്നപ്പോഴാണ് നിങ്ങൾ